രാവിലെ 6 മണിക്കു തന്നെ കോട്ടയത്തെ പാമ്പാടിയിൽ നിന്നും പുറപ്പെട്ടതാണ്. പുറപ്പെടുമ്പോൾ ഇന്ന് മഴ പെയ്യരുതേ എന്നൊരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. മഴ പെയ്താൽ നനയുന്നതല്ല പ്രശ്നം. ഈ സമയത്തെടുക്കുന്ന വീഡിയോ വെളിച്ചക്കുറവ് മൂലം ഒരു വകയ്ക്കും കൊള്ളില്ല. എന്റെ കഴിഞ്ഞ കുറെ വീഡിയോകൾക്ക് ഇതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും മഴയും കാരണം വിഷ്വൽ ക്വാളിറ്റി കുറഞ്ഞുപോയി എന്നറിയാം. എന്തായാലും ഇന്നും ചെറിയ മഴയുണ്ട്, ആകാശം ഇരുണ്ടും കിടക്കുന്നു. ഇത് ഒരു ഫോട്ടോ വീഡിയോഗ്രാഫിക്കൊന്നുമൊട്ടും യോജിച്ച അന്തരീക്ഷമല്ലെന്നറിയാം. എങ്കിലും ഇറങ്ങിപ്പുറപ്പെട്ടു, ഇനി മുന്നോട്ടു പോകുക തന്നെ. എന്റെ കൂടെ സുഹൃത്തായ വിജയകൃഷ്ണനുമുണ്ട്. കറുകച്ചാൽ മല്ലപ്പള്ളി പത്തനംതിട്ട കോന്നി പുനലൂർ വഴിയാണ് ഞങ്ങളുടെ ഈ യാത്ര. തെന്മല എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും കാണുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മഴയുടെ വരവും പോക്കുമനുസരിച്ചായിരിക്കും ഈ യാത്രയെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യ ഡെസ്റ്റിനേഷനായ ഒറ്റക്കൽ ലുക്കൌട്ട് സെന്ററിലെത്തി. ഇരുവശവും പച്ചപ്പു പൊതിഞ്ഞ ഇടവഴിയിലൂടെ ഒരിറക്കമിറങ്ങിയാണ് അവിടേക്കു പോകേണ്ടത്. അതിനു തൊട്ടുമുൻപായി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. 2-3 നിലകളിലായി പണിതിരിക്കുന്ന ഈ മണ്ഡപത്തിൽ നിന്നും നോക്കിയാൽ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രൂപം കാണാം. എന്താ പറയുക, അകലെ മഞ്ഞു മൂടിയ മലനിരകൾക്കിടയിലൂടെ ശാന്തമായൊഴുകുന്ന കല്ലടയാറിന്റെയും ചുറ്റുവട്ടത്തിന്റെയും ഭംഗി, തണുപ്പും മഴയും മഞ്ഞും ഒക്കെയുള്ള ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് അനുഭവിച്ചറിയണം. ഈ ആംബിയൻസിൽ എല്ലാം മറന്നു പോകുന്നു. ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രം പോലെ മനോഹരമാണിത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ, ലീഫ്ടെക് മെഡിലൈഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കല്ലട ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായ ഈ കൊച്ചു ഡാം സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കൽ എന്ന ഗ്രാമത്തിലാണ്. തെന്മല എക്കോ ടൂറിസം പാർക്കിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ലുക്കൌട്ട് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. താഴെ ഡാമിനടുത്തേക്ക് എത്തുന്ന വഴി തീരെ വീതി കുറഞ്ഞു, കുറച്ചു ദുർഘടമാണ്. എങ്കിലും താഴെ കാണുന്ന കാഴ്ചകളിലേക്കെത്താൻ ഇത് നമ്മെ പ്രേരിപ്പിക്കും. ചുറ്റും നല്ല പച്ചപ്പും പാലുപോലെ പതഞ്ഞൊഴുകുന്ന കല്ലടയാറും വേറിട്ടൊരു അനുഭവമാണ്. മഴക്കാലമായതുകൊണ്ട് ഡാം നിറയെ വെള്ളമുണ്ട്. കാണുമ്പോൾ ഇതൊരു കൊച്ചു തടാകമാണെന്നേ തോന്നുകയുള്ളൂ. തെന്മല ഇക്കോ ടൂറിസം പ്രദേശത്താണ് അതിമനോഹരമായ കാഴ്ചകൾക്കും ശാന്തമായ അന്തരീക്ഷത്തിനും പേരുകേട്ട ഈ ഒറ്റക്കൽ ലുക്കൌട്ട് സെന്റർ. കേരളത്തിന്റെ അക്ഷരനഗരിയായ കോട്ടയത്തുനിന്നു 109 കിലോമീറ്റർ അകലെയുള്ള തെന്മലയിലേക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. സമ്പന്നമായ ജൈവവൈവിധ്യത്തിനും പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ട യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട പശ്ചിമഘട്ടത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ലുക്കൌട്ട് പോയിന്റ് എന്ന് വിളിക്കുന്ന ഇവിടെ നിന്നും ചുറ്റുമുള്ള കുന്നുകളുടെയും ഇടതൂർന്ന വനങ്ങളുടെയും തെന്മല ഡാം റിസർവോയറിലെ ശാന്തമായ ജലത്തിന്റെയും വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാനാവും. സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ മഞ്ഞുമൂടിയ ഈ കുന്നുകൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു. അതിരാവിലെയോ വൈകുന്നേരമോ ഉള്ള കാഴ്ചകൾ സുന്ദരമാണ്, കാരണം മാറുന്ന വെളിച്ചം ലാൻഡ്സ്കേപ്പിനെ വ്യത്യസ്ത നിറങ്ങളിൽ കാണിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് തെന്മല. ഈ പ്രദേശത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഒറ്റക്കൽ ലുക്കൌട്ട് സെന്റർ. പശ്ചിമഘട്ടത്തിലെ സമ്പന്നമായ സസ്യജന്തുജാലങ്ങളിലൂടെ സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ലുക്കൌട്ട് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധി ട്രെക്കിംഗ് പാതകളുമുണ്ട്. എന്നാൽ ഇപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ടോ എന്നറിയില്ല. എന്തായാലും അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടം പക്ഷി നിരീക്ഷകരുടെ ഒരു സങ്കേതമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രാദേശികവും ദേശാടനപരവുമായ നിരവധിയിനം പക്ഷികൾ ഈ പ്രദേശത്ത് പതിവായി എത്താറുണ്ട്. തെന്മലയും പരിസരവും പ്രകൃതി ഭംഗിക്കു മാത്രമല്ല, സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യവുമുള്ള ഒരു പ്രദേശം കൂടിയാണ്. വിവിധ ഗോത്ര സമൂഹങ്ങളുടെ ആവാസകേന്ദ്രമാണ് ഈ പ്രദേശം. പ്രാദേശിക സംസ്കാരവും പാരമ്പര്യവും അനുഭവത്തിന്റെ സമ്പന്നത വർദ്ധിപ്പിക്കുന്നു.
തെന്മല എന്ന പേരിന്റെ അർത്ഥം തേൻകുന്ന്, തേൻമല എന്നൊക്കെയാണ്. ഈ പ്രദേശം ചരിത്രപരമായി ഉയർന്ന നിലവാരമുള്ള തേനിന് പേരുകേട്ടതാണ്. ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ ഒറ്റക്കൽ ലുക്കൌട്ട് ഉൾപ്പെടെയുള്ള തെന്മല ടൂറിസം പ്രദേശങ്ങൾക്കു വളരെ പ്രാധാന്യമുണ്ട്. പരിസ്ഥിതിയിലെ ആഘാതം കുറയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദർശകരെ ബോധവത്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുവരുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ് ഒറ്റക്കൽ ലുക്കൌട്ട് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. എന്നിരുന്നാലും മൺസൂൺ കാലവും അതുകൊണ്ടുവരുന്ന പച്ചപ്പും നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ സന്ദർശിക്കുന്നത് നന്നായിരിക്കും. ഓരോ സീസണും അതിൻ്റേതായ മനോഹാരിത പ്രദാനം ചെയ്യുന്ന ലുക്കൌട്ട് പോയിന്റിൽ വർഷം മുഴുവനും വിനോദസഞ്ചാരികളെത്തുന്നുണ്ട്. ഇവിടെയെത്തുന്നവർ സന്ദർശിക്കേണ്ട അടുത്തുതന്നെയുള്ള പ്രധാന സ്ഥലങ്ങളാണ് തെന്മൽ അണക്കെട്ട്, പാലരുവി വെള്ളച്ചാട്ടം, ശെന്തുരുണി വന്യജീവി സങ്കേതം തുടങ്ങിയവ. ഇവിടെയെത്തുന്നവർക്ക് തെന്മലയിലും പരിസരത്തും വിവിധ താമസ സൗകര്യങ്ങൾ ലഭ്യമാണ്. അത് ബജറ്റ് ഫ്രണ്ട്ലി മുതൽ ഇടത്തരം ഹോട്ടലുകളും ഇക്കോ ലോഡ്ജുകളും വരെ ഉണ്ട്. ഇതിൽ അവരവർക്ക് യോജിച്ച രീതിയിലുള്ളവ തിരഞ്ഞെടുക്കാവുന്നതാണ്. റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ, ഗൈഡഡ് ടൂറുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഈ പ്രദേശത്തുണ്ട്. തെന്മലയിലെ ഒറ്റക്കൽ ലുക്കൌട്ട് കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. അതിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം, പ്രവർത്തനങ്ങളുടെ ശ്രേണിയും സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പ്രകൃതിസ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും സമാധാനപരമായ ഒരു പിന്മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു. ഇന്ത്യയിലെ കേരളത്തിലെ കല്ലട്ട നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കൽ ചെറിയ അണക്കെട്ട് വലിയ കല്ലട്ട ജലസേചന പദ്ധതിയുടെ ഭാഗമാണ്. മേഖലയിലെ കാർഷിക ഉൽപ്പാദനക്ഷമതയും ജലപരിപാലനവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി സംസ്ഥാനത്തെ ഒരു സുപ്രധാന ജലസേചന പദ്ധതിയാണ്. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന കല്ലട നദിയിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റക്കൽ ഗ്രാമത്തിനടുത്താണ് ഈ പ്രത്യേക സ്ഥലം. കല്ലട ജലസേചന പദ്ധതിയെ പിന്തുണയ്ക്കുക എന്നതാണ് ഒറ്റക്കൽ ചെറുകിട അണക്കെട്ടിന്റെ പ്രാഥമിക ലക്ഷ്യം. ജലസേചന കനാലുകളിലേക്കുള്ള നീരൊഴുക്ക് നിയന്ത്രിക്കാനും കൃഷിയിടങ്ങളിലേക്ക് സ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു. പ്രധാന കല്ലട അണക്കെട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അണക്കെട്ടു ഒരു ചെറിയ അനുബന്ധ ഘടനയാണ്. എന്നാൽ പ്രാദേശിക ജലപരിപാലനത്തിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. അധിക ജലം കൈകാര്യം ചെയ്യുന്നതിനും ജലസേചന സംവിധാനത്തിലേക്ക് നിയന്ത്രിത ഒഴുക്ക് നിലനിർത്തുന്നതിനുമുള്ള സ്പിൽവേ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിൽ ഒന്നാണ് കല്ലട ജലസേചന പദ്ധതി. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും സമീപ പ്രദേശങ്ങളിലും വ്യാപിച്ചുകിടക്കുന്ന വിശാലമായ കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്തുകയാണ് ലക്ഷ്യം. കല്ലട നദിയിൽ നിന്ന് കാർഷിക മേഖലകളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന വിപുലമായ കനാലുകളുടെ ശൃംഖല ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കല്ലട അണക്കെട്ടിൽ നിന്ന് ഉദ്ഭവിക്കുന്ന പ്രധാന കനാൽ ഒറ്റക്കൽ ചെറിയ അണക്കെട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നവ ഉൾപ്പെടെ ചെറിയ വിതരണ കനാലുകളായി വിഭജിക്കുന്നു. ജലസേചന സംവിധാനം ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിക്ക് പ്രയോജനം ചെയ്യുന്നു. നെൽപ്പാടങ്ങൾക്കും തോട്ടങ്ങൾക്കും മറ്റു വിളകൾക്കും വെള്ളം നൽകുന്നു. സമീപ ഗ്രാമങ്ങളിലെ ഗാർഹിക ആവശ്യത്തിനുള്ള ജലവിതരണവും പദ്ധതി പിന്തുണയ്ക്കുന്നു. ജലസേചന പദ്ധതി പ്രദേശത്തെ കാർഷിക ഉൽപ്പാദനക്ഷമത ഗണ്യമായി ഉയർത്തി മൺസൂൺ മഴയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും പ്രാദേശിക കർഷകരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുകയും ചെയ്തു. അണക്കെട്ടും ജലസേചന കനാലുകളും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലും നദികളുടെ ഒഴുക്കുരീതികളിലെ മാറ്റങ്ങൾ, കമ്മ്യൂണിറ്റികളുടെ സ്ഥാനചലനം, പ്രാദേശിക ആവാസവ്യവസ്ഥയിലെ പ്രത്യാഘാതങ്ങൾ എന്നിങ്ങനെയുള്ള പാരിസ്ഥിതിക ആഘാതങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റ് പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ് ടെക് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ് ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക.